ഞാൻ കണ്ട ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ സിനിമ മലയാള സിനിമ ഇറങ്ങിയുള്ള ഏറ്റവും ടെക്നിക്കൽ ആയിട്ട് ഉള്ള ഒരു ഹൈ എൻഡ് പടമാണ്. മേക്കിംഗ് വൈസ് ഒരു ഹോളിവുഡ് സിനിമയുടെ നിലവാരം പുലർത്തുന്ന അത്ര നല്ല സിനിമയാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആളുകൾ കാണുന്നുണ്ട്. ഈ പടം ഇനിയും ഓടും, ഇനിയും വിജയിക്കും, ഇനിയും ആളുകൾ ഇരുന്ന് കാണും. പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഈ 3 മണിക്കൂർ ലെങ്ത്ത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സിനിമയ്ക്ക് കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി, ബോധപൂർവമായ ഡീഗ്രേഡിങ് ഇന്നലെയും ഇന്നുമായിട്ട് നടന്നിട്ടുണ്ട്. ആ ബോധപൂർവമായ ഡീഗ്രേഡിങ് പക്ഷേ അത് ഏക്കില്ല. വാലിബന് സംഭവിച്ച പോലെ ഇതിന് സംഭവിക്കില്ല. അതിൻ്റെ കാരണം വെച്ചാൽ വാലിബൻ വേറൊരു ഓണർ പടമാണ്, ഇതങ്ങനെയല്ല. ഇത് ഒരു മാസ് സിനിമയാണ്, ഒരു ആക്ഷൻ മൂവിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും കണ്ട ആൾക്കാർ പിന്നെ പോയിട്ട് അത് എന്ത് ചെയ്യും, കാണുക തന്നെ ചെയ്യും. കാരണം വെച്ചാൽ കൊടുക്കുന്ന പണത്തിന് മൂല്യമുള്ളൊരു പടമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. പക്ഷേ ഈ സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വ്യാപകമായ ഡിഗ്രേഡിങ്ങും ബഹിഷ്കരണാഹ്വാനം നടക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സിനിമയിലെ തീം തന്നെയാണ്. ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട തീം 2002 ഗുജറാത്ത് റയറ്റിന് സമാനമായൊരു സംഭവമാണ് ഇതിൽ കാണിക്കുന്നത്. ഗുജറാത്ത് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ കാണുന്ന ആൾക്ക് മനസ്സിലാവും ഇത് ഗുജറാത്ത് റയറ്റാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ഈ ഗുജറാത്ത് റയറ്റിലെ പ്രധാനപ്പെട്ട ഒരു അക്യൂസ്, ആ അക്യൂസിൻ്റെ പേരിനോട് സാമ്യമുള്ളൊരു പേരാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് വിരളി പിടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഗുജറാത്ത് കലാപത്തിന് കാരണമായ ഗോധ്ര ട്രെയിൻ ദുരന്തം. അപ്പോൾ ഗോധ്ര ട്രെയിൻ ദുരന്തത്തെക്കുറിച്ച് ഇതിൽ പരാമർശമുണ്ട്. ആ ഗോധ്ര എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടല്ല, അതിലൊരു ചില പത്രക്കട്ടിങ്ങളിലൂടെ എഴുതി കാണിക്കുകയാണ്. കുറച്ച് തീർത്ഥാടകർ സഞ്ചരിച്ച ട്രെയിനിന് തീ പിടിച്ചു, ഇത്ര പേർ മരിച്ചു എന്നാണ് പത്രക്കട്ടി കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പറയുന്നത് ഗോധ്രയിൽ ട്രെയിൻ താനെ കത്തിയതല്ല, കത്തിച്ചതാണ് എന്നാണ്. ഓക്കെ, ശരിയാണ്, കത്തിച്ചത് തന്നെയാണ്. താനെ കത്തിയതാണോ കത്തിച്ചതാണോ എന്ന് ഇപ്പോഴും തീർപ്പാവാത്തൊരു കേസാണത്. നമുക്കറിയാം 2002 ഗോധ്ര ട്രെയിൻ ദുരന്തത്തിൽ 59 പേരോ മറ്റോ ആണ് മരിച്ചത്. അപ്പോൾ ആ മരിച്ച സംഭവത്തെക്കുറിച്ച് 2 ജുഡീഷ്യൽ കമ്മീഷനുകളുണ്ടായിരുന്നു. ഒന്ന് ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച നാനാവധി കമ്മീഷൻ, മറ്റൊന്ന് UPA സർക്കാർ നിയോഗിച്ച മറ്റൊരു കമ്മീഷനുണ്ട്, UC ബാനർജി കമ്മീഷൻ. അപ്പോൾ ഈ 2 കമ്മീഷനും 2 വ്യത്യസ്തമായ ഫൈൻഡിങ്സാണ് നടത്തിയിട്ടുള്ളത്. അതായത് ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ കണ്ടെത്തിയത് ഇത് ഒരു കോൺസ്പിരസിയാണ്, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കുറേ ആൾക്കൂട്ടം വന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ് എന്നാണ് അവർ കണ്ടെത്തിയത്. പക്ഷേ ആ കണ്ടെത്തലിന് ആധാരമായ ഫോറൻസിക് തെളിവുകളോ സാഹചര്യ തെളിവുകളോ ശാസ്ത്രീയ തെളിവുകളോ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേസമയം UPA സർക്കാർ നിയോഗിച്ച UC ബാനർജി കമ്മീഷൻ കണ്ടെത്തിയത് ഇത് അകത്തു നിന്നാണ് തീ പിടിച്ചത്, ട്രെയിനിൻ്റെ അകത്തു നിന്ന് തീ പിടിച്ചതാണ്. അതൊരു ആക്സിഡൻ്റൽ തീ ആയിരിക്കാം, അല്ലാതെ പുറത്തു നിന്ന് ഒരാൾ എന്തെങ്കിലും ഇന്ധനകത്തേക്ക് ഒഴിച്ച് തീ കൊളുത്താനുള്ള സാധ്യത വിരളമാണ്. കാരണം ഈ ട്രെയിനിൻ്റെ പുറഭാഗത്ത് തീ പിടിച്ചിട്ടില്ല, തീ അകത്തു നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ കണ്ടെത്തിയത്. പക്ഷേ ഈ UPA സർക്കാർ നിയോഗിച്ച UC ബാനർജി കമ്മീഷൻ്റെ സാധുത ഗുജറാത്ത് ഹൈക്കോടതി തള്ളി. കാരണം നിലവിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടായിരിക്കെ കേന്ദ്ര സർക്കാർ എന്തിനാണ് പുതിയൊരു കമ്മീഷൻ നിയോഗിച്ചത് എന്നായിരുന്നു ഹൈക്കോടതി കണ്ടെത്തിയത്. അത് ശരി. അപ്പോൾ ഗുജറാത്ത് പോലീസിൻ്റെ കേസ് പ്രകാരം ഏതാണ്ട് 69 പേർക്കെതിരെ കേസെടുത്തു ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ളൊരു മൗലവി ഉമർജി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ഈ 69 പേർക്കെതിരെ കേസെടുത്തിട്ട് കോടതി അതിൽ 31 പേരെ മാത്രമാണ് ശിക്ഷിച്ചത്. ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന മൗലവി ഉമർജി എന്ന ആളെ ഉൾപ്പെടെ വെറുതെ വിട്ടു, തെളിവില്ല എന്ന് കണ്ട്. അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ള ഈ മാസ്റ്റർ മൈൻഡിനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെങ്ങനെയാണ് അതിൽ കുറ്റക്കാരാവുക എന്നുള്ള മറ്റൊരു ചോദ്യം. 2, ഇതേ കേസിൽ തന്നെ കൃത്യമായ ഫോറൻസിക് തെളിവുകളോ ഇവർ കുറ്റം ചെയ്തെന്ന് തെളിയിക്കാവുന്ന ഒന്നുമില്ല എന്നൊരു വാദം ഈ വധശിക്ഷ വിധിക്കപ്പെട്ട ആൾക്കാരുണ്ട് അതിൽ ഈ കേസിൽ. അവർ നൽകിയ അപ്പീലിൽ സുപ്രീം കോടതി ഇപ്പോഴും അത് പരിഗണനയിൽ നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ എത്ര വർഷമായി, 23 വർഷം കഴിഞ്ഞു. 23 വർഷത്തിന് ശേഷം സുപ്രീം കോടതിയിൽ അവരുടെ അപ്പീൽ നിൽക്കുകയാണ്, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീതിപീഠം തീർപ്പ് കൽപ്പിക്കാത്തൊരു കേസാണ്. 2 വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിലുണ്ട്. അത് ഒരു ഇൻസൈഡ് ജോബാണെന്നും ഒരു ആക്സിഡൻ്റ് ആണ് എന്നും പറയുന്നവരുണ്ട്. വ്യത്യസ്തമായ സ്വതന്ത്ര അന്വേഷകർ, മീഡിയ മാധ്യമപ്രവർത്തകരൊക്കെ ഇത് സംബന്ധിച്ച് വ്യത്യസ്തമായ നറേറ്റീവ് ഇതിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്തൊരു കേസാണ്. അപ്പോൾ അത് ഗോധ്രയിൽ ട്രെയിൻ കത്തിച്ചതാണെന്ന് പറഞ്ഞുകൂടെ പൃഥ്വിരാജ് എന്ന് ചോദിക്കുന്നതിൽ ഒരു കാര്യമില്ല. അദ്ദേഹം തുടക്കം തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഇത് നടന്ന സംഭവമായിട്ടൊന്നും ബന്ധമില്ല, എല്ലാ സിനിമയിലും കാണിക്കുന്ന പോലെ തന്നെ.